നമസ്കാരം, ഞാൻ ഡോക്ടർ സന. ഇന്ന് പലതരത്തിലും പ്രശ്നങ്ങൾ നമ്മുടെ ന്യൂജൻ രക്ഷിതാക്കളുടെ ഇടയിൽ കാണപ്പെടുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തെ പ്രശ്നമാണ് വിർച്വൽ ഓട്ടിസം. അതായത് നമ്മുടെ ന്യൂജൻ രക്ഷിതാക്കള് പലതരത്തിലുള്ള കാര്യങ്ങളിൽ ബിസി ആയിരിക്കും. ഒന്നുകിൽ ഓഫീസ് വർക്ക്, അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏറെക്കുറെ ഓൺലൈൻ കാര്യങ്ങളും മറ്റൊക്കെ ആയിട്ട് ഭൂരിഭാഗം കാര്യങ്ങളിലും നമ്മൾ ബിസി ആയിരിക്കും. അന്നേരം കുട്ടികൾ നമ്മുടെ കാര്യത്തിൽ ഡിസ്റ്റർബ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫോണ്, ലാപ്ടോപ്പ്, TV എന്നിവയൊക്കെ ഇവർക്ക് കൊടുക്കും. അതായത് കാണാൻ വേണ്ടിയിട്ട്, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരതിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കും. ഇത് നമുക്ക് ഡിസ്റ്റർബ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഇങ്ങനെ സ്ക്രീൻ ടൈം കുട്ടികളിൽ കൂടിയാൽ ഇത് വിർച്വൽ ഓട്ടിസം എന്ന കണ്ടീഷൻ ഉണ്ടാക്കുന്നതിന് കാരണമാവും. ഇങ്ങനെ ഉണ്ടാകുന്നതിനെ കൊണ്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. നമ്മൾ ഒരു ടൈമിനുള്ളിൽ, അതായത് 3 ഇയേഴ്സിനുള്ളിലൊക്കെ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റാതാവുക, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാണ്ടിരിക്കുക, നമ്മളെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ കുറയുക, എപ്പോഴും അലസത ഉണ്ടായിരിക്കുക, ഒന്നിലും കോൺസെൻട്രേഷൻ ഇല്ലാതിരിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. സാധാരണ ഇത് നമ്മുടെ ADHD എന്നുള്ള കണ്ടീഷനായിട്ട് സാമ്യമുണ്ടെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ട്രീറ്റ്മെന്റും അല്ലെങ്കിൽ കൃത്യമായ ശ്രദ്ധയിലൂടെയൊക്കെ ഇത് നമുക്ക് പരിഹരിക്കാൻ കഴിയും. നിങ്ങൾ രക്ഷിതാക്കൾ ഓർക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഡിജിറ്റൽ സ്ക്രീൻ ടൈമിങ് കുട്ടികളിൽ കൂട്ടിയാൽ അത് നിങ്ങളുടെ കുട്ടികൾക്ക് വളരെയധികം ദോഷമായിട്ട് ബാധിക്കും. ഇത് നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ അവരുടെ ലൈഫ് സ്പോയിലാക്കുക എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.